എങ്ങനെയുണ്ട് പുഴ? നല്ല ഭംഗിയില്ലേ? ഇതിന് രണ്ട് മുഖമുണ്ട് പുഴയ്ക്ക്. ഇപ്പൊ ശാന്താണ്. മഴക്കാലം വന്നാൽ അതിഗംഭീരമാണ്. നിറച്ച് വെള്ളമാവും. അല്ല ബാലുങ്ങളെ എങ്ങനെയാണ് പാപ്പാനായേ? അതൊക്കെ ഒരു വലിയ കഥയാണ് കുട്ടിയെ. അതൊക്കെ പിന്നെ വിസ്തരിച്ച് പറഞ്ഞു തരാം. എനിക്കൊരു ആനപ്പാപ്പാരാവണം. എന്നത് സാധിക്കണാവോ? എന്താ എൻ്റെ ഒരു ഭംഗി! എന്തിനാ മീനാക്ഷി നീ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആ ചെക്കന്മാർക്ക് എന്തെങ്കിലും ഒരു പണിയാക്കി കൊടുക്കും. ആ രണ്ടെണ്ണം ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ. ഞാൻ ഇപ്പൊ എവിടുന്നാ പണി ഉണ്ടാക്ക? എന്തെങ്കിലും ഒന്ന് നോക്കിക്കുന്നേ. നിങ്ങളൊന്ന് നോക്കി പറയുന്നേ. നീ ഒരു കാര്യം ചെയ്യ, അവരോട് മനക്കിലേക്ക് ഒന്ന് വരാൻ പറ. ഞാൻ തമ്പുരാനോട് പറഞ്ഞ എന്തെങ്കിലും പണി ഉണ്ടാക്കാം. ആ ഒച്ചേരോനെ ആനപ്പണിയാണ് ഇത്ര താല്പര്യം. ആനച്ചോറ് കൊലച്ചോറ് എന്നല്ലേ പറയാ. പറഞ്ഞാ കേക്കണ്ടവൻ. അവനതത്ര താല്പര്യം. മീനാക്ഷിയെ, നമ്മുടെ ആനക്കാരൻ പാപ്പാൻ അച്ചുമാമ ഇവിടെ എന്താ പറഞ്ഞ അമ്മ? നിനക്ക് ഓർമ്മ ഉണ്ടോ? ആ ഉവ് ആനപ്പണി അപകടം പിടിച്ച പണിയാന്നല്ലേ അമ്മ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്താ അച്ചുമാമ പറഞ്ഞ്? എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള അപകടമൊക്കെ ഉണ്ട്. ആ ഉവ് അതിലധികം ഒന്നും പേടിക്കാനില്ല. അവൻ എന്റെ ഒപ്പം പോന്നോട്ടെ. എന്നാ ശരി. ചെക്കന്മാരെ എവിടെ നിന്നിട്ട്? കന്നിനും കൊണ്ട് പോയേക്കാ പാടത്തേക്കേ. ഞാൻ പോട്ടെ. ഇന്ന് ചായ കുടിച്ചിട്ട് പോയാ മതിനേ. ഇപ്പൊ ചായ ഒന്നും വേണ്ട എന്റെ മീനാക്ഷിയെ. ആ പിരിയുണ്ടാവല്ലേ? ഇന്ന് പോടി അവിടുന്ന്. നമ്പൂരേ, ഇന്നലെ കളിക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായി? കളിയൊക്കെ വേണോ? ഉറങ്ങിയോണ്ട് അങ്ങനെ മുഴ കണ്ടില്ല. എന്റെ കളി കാണും ഇവിടെ പുറത്താ ആരായി വരണ? നമ്മളെ ആനക്കാരനെ കണ്ണാരൻ. കൂടെ രണ്ട് ചെക്കന്മാരുണ്ടല്ലോ. എന്താ കാണാരാ? ഇതൊക്കെ എന്റെ മക്കളാ? എന്റെ മക്കളല്ല അടിയവിടെ ഉണ്ട്. അടിയന്റെ അനിയത്തി മീനാക്ഷിയുടെ മക്കളാ. എന്താ എന്റെയൊക്കെ പേര്? ബാലേന്ദ്രൻ. ബാലു എന്ന് വിളിക്കും. നന്റെയോ? ഞാനേ ചേലക്കോത്ത് രാഘവൻ നായര്. അത് നന്നായി. അടിയനോട് തിരുവിളക്കേട് തോന്നരുത്. ഈ ചെക്കൻ കുറച്ചൊരു ധിക്കാരിയാ. അപ്പൊ അവർക്ക് പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പണി തരാമോന്ന് അറിയാൻ കൊണ്ട് വിളിച്ചതാണ്. ഒരു ആനപ്പാപ്പാന്റെ പണി തരികച്ചെങ്ങ നന്നായി. ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ കളാരാ ബാലു ഇവിടെ നോട്ടെ. ചേലക്കോത്ത് നായർക്ക് വാപുരി. നീ പൊയ്ക്കോ. കണാരാ, ഈ അവനെ ആന്റെ അടുത്ത് കൊണ്ടുപോ. അമ്മാവാ, ഈ ആനയുടെ കയ്യും കാലൊക്കെ ഉണ്ടല്ലോ, അതിന് ഈ ആനക്കാരുടെ ഭാഷയില് എന്താ പറയാ? ആനക്കാരുടെ ഭാഷയില് മുന്നിലെ കാലിന് നട എന്നാ പറയാ. ആനയുടെ പിന്നിലെ കാലിനോ അമരം. അമരം. ആനക്കാരുടെ അടുത്ത് ചെന്നാൽ അങ്ങനെ തന്നെ പറയണം കേട്ടോ, ഇല്ലെങ്കിൽ വട്ടളത്തിലാവും. പിന്നെ ഈ നിയന്ത്രിക്കല്, ആനയുടെ രണ്ട് ചെവിയുടെ മുകളിൽ കയറി നിന്നാൽ
ചെവിയുടെ ഇടയിൽ ഇങ്ങനെ ഈ കാലിന്റെ തള്ളവരിലോണ്ട് ഇങ്ങനെ അമർത്തുക. കാലിന്റെ തള്ളവരെ അമർത്തുക. നല്ലോണം അമർത്തിയ ആന വേഗം പോവും. അപ്പൊ ഈ തിരിയലും നിയന്ത്രിക്കലും ഒക്കെ ആ ഒരു നിയന്ത്രണം. ഇനി അനവധി പഠിക്കാനുണ്ട്. അതിങ്ങനെ ഒപ്പം നടന്ന് പഠിക്കുക. എല്ലാ പണിക്കും ആനക്കാരന്മാരുടെ ഒപ്പം വേണം. എന്നാ ഒരു 7 വർഷം കഴിഞ്ഞാൽ കുറേയൊക്കെ ഉണ്ടാവും. അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോ മോഹമുള്ളതുകൊണ്ട് വേഗം പഠിക്കട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചോ. ഞാൻ മറ്റവരോടൊക്കെ പറഞ്ഞ ഏർപ്പാട് ചെയ്യാം. ആയിക്കോട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ. ഒന്നും പേടിക്കണ്ട കേട്ടോ. നല്ല ധൈര്യമായിക്കോ. ആനെ സ്നേഹിച്ചു കൊണ്ടു നടക്കണം. അല്ലാതെ വൈദ്യം ചെയ്യാനൊക്കെ പുറപ്പാട് വെച്ചെങ്കിൽ വേണ്ട. ഞാൻ അതൊന്നും ഇല്ല. എന്നാ മതി. എനിക്ക് ആനേനെ വലിയ ഇഷ്ടമല്ല. മതി മതി മതി. എന്തിനാണ് ആദ്യം വന്നേ? പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ? എന്താ നീ കള്ളുടിച്ചിട്ടാ? ആദ്യമായിട്ടും അവസാനമായിട്ടും കുടിച്ചതേ ഇയാളോട് 2 വർത്താനം പറയാനാ. നീയേ ധിക്കാരപ്പെടാ വേണ്ട. ആനക്കോലാണ് അടിച്ച് പുറ പൊളിക്കണോ ഞാൻ? നായെ വേണ്ട മാവാ. ഒരുത്തക്കാണ് നിന്റെ നമ്പരേണ്ട വെച്ചിട്ടാ. എനിക്ക് പോരുന്നില്ല. ഇയാളെ നാനും ഞാനേ ഡിഗ്രി ഒപ്പം പഠിച്ചാ. ഇയാളെ നാക്കാൻ അലോകിയൊക്കെ അല്ലോക്കിയാക്കി നീ എന്താ ചെയ്യാ? നമ്പൂരി എന്നെ തല്ലിയാരും ചോദിക്കണ്ടാവില്ല. തിരിച്ച് ഞാൻ അങ്ങോട്ട് തല്ലാലോ. എന്താണോ പറഞ്ഞത്? നായ കടന്ന പോടാ. മനുഷ്യനെ വെച്ചിട്ട് വന്നാ പറയും. നിങ്ങളിപ്പോ വാർത്ത കിട്ടിയ വലിയ ആനപ്പാപ്പാനായി. വല്ല പോവാ. പോവാ. നമ്മളിവിടെ എങ്ങനെ അങ്ങനെ ഇരിക്കും. ഗ്രാൻഡ്പാ, ഞാൻ ബാലുങ്ങളുടെ വീട്ടിൽ ചോദിക്കോട്ടെ? അവിടെ പോന്നോട്ടെ. യെസ്, ഞാനും വെള്ളപ്പം നടന്ന് ഈ ഇംഗ്ലീഷൊക്കെ പഠിച്ചടാ. എവിടുന്നാടാ? വെളാടാ? അത് ഓഫീസില് ഒപ്പം ജോലി ചെയ്യണ ആളാ. എന്താ കുട്ടിയുടെ പേര്? ദീപ. എവിടേക്കാടാ അവളെയും കൊണ്ട്? ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങിയതാ. എന്താ പറഞ്ഞാലേ കളാരേട്ടാ, ഞാൻ ഇപ്പൊ നിങ്ങളെ ചെക്കന്റെ ജാതകം മൂപ്പരെടുത്ത് നോക്കി. മൂപ്പര് പൊരുത്തം നന്ന്. ഓരോ മംഗല്യഭാഗ്യമുണ്ട്, സന്താനഭാഗ്യമുണ്ട് അല്ലേ? പിന്നെ ഇല്ല കളാരട്ടോ, 8-10 കൊല്ലായാലും നമ്മളിപ്പോ ഇത് നോക്കൽ തുടങ്ങിയിട്ട് ചെക്കന്റെ കാര്യം. ഇത്ര യോജിപ്പുള്ള ഒരു ജാതകം ഇന്നേ വരെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പോയിന്നാ ആ ജാതകം അടിക്കാം. അതന്നെ കണ്ടോ, 9-10 9 പൊരുത്തം 100% ചെയ്യും. ഒരു ലേശം ഒരു പൊരുത്തത്തിന്റെ കമ്മിയുള്ളൂ, അത് സാരില്ല. 6 പൊരുത്തം ഉണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിക്കാം. പിന്നല്ലേ? അല്ല ഇനി വേറെ വല്ല ജാതകം നോക്കാണ്ടോ? ഗുരുനാഥ, ആ ചെക്കനെ നായരമ്പല ഭാഗത്ത് പെണ്ണായിട്ട് ലോഗ്യുണ്ട്. ഈ ജാതകം കൂടി ഒന്ന് നോക്കിക്കോളൂ. ആ പെണ്ണിന്റെ ജാതകാണ്. നോക്കട്ടെ. ഏഴാം ഭാവത്തില് ഗ്രഹമില്ല. ഇവിടെ 7-ാം ഭാവത്തില് ശുക്രനുണ്ട്. ചന്ദ്രാരേഴ് ശുഭാണ്. ചേരും, നല്ലോണം ചേരും. മറ്റേനെക്കാട്ടിലുണ്ട്. ഇപ്പൊ 10-ന് 10ഉം ചേരും. നക്ഷത്രം കൊണ്ടും ചേരും. ഇത് ശാഖ നക്ഷത്രമാണ്, ഇത് മകാണ്. അതും 1-ാം തരമായിട്ട് ചേരും. ഇതാണ് ചേരണ്ട്. ഇതാണ് വേണ്ടത്. അല്ല പണി, ഇത് അന്ന് പറഞ്ഞ കേസല്ലേ? അളിയെ സമ്മതിക്കോ? എന്താ ഇനി വെറുതെ സമ്മതിക്കാത്ത?
എന്താ താണ്ടൊന്നും മിണ്ടാത്ത? ഇതിപ്പോ എന്താ കുഴപ്പം? നിങ്ങൾ വേറെ കാര്യം ചെയ്താല് നായരമ്പലം ഭാഗത്താന്നല്ലേ നീ പറഞ്ഞേ? അതെ. ശരിയാവില്ല കേട്ടോ, നമുക്ക് പറ്റില്ല. ഇതിനിപ്പോ എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ കുഴപ്പം? കാര്യം പറയൂ, എന്താ പ്രശ്നം? അമ്പലത്തിന്റെ അടുത്താണോ വീട്? അതെ. എന്നാൽ അത് എന്തായാലും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ കാണാനേട്ടാ, എന്താ പ്രശ്നം? അതെ, നല്ല ഇത് കിട്ടും അവിടുന്ന്. ഇവരെന്താ കുഴപ്പം? നല്ല കുട്ടിയാണ്, നല്ല പൈസയും കിട്ടും. പിന്നെ എന്താ, ഞാൻ വാങ്ങിച്ചരാ. നമ്മളതിന് വേണ്ടെങ്കിൽ കണ്ടാ മതി. നിങ്ങളത് ഉറപ്പിക്കും, സമ്മതിക്കും. അല്ല നായര, നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ഇത്ര നല്ല ജാതകം വേറെ കിട്ടാൻ ഇത് കൂട്ടി കാട്ടാന്ന എന്റെ പക്ഷം. ആശാനെ, അത് നടക്കില്ല, ഉറപ്പാ. എന്താ കാര്യം പറയും? കാര്യം എന്താ എനിക്കിഷ്ടമായ തീരുമാനമല്ല അതന്നെ. എന്താ ചെയ്യാ? അവനായിട്ടൊരു പെണ്ണിനെ കണ്ടെത്തിയതാ, ജാതകവും നല്ലോണം ചേരും. പിന്നെ നിങ്ങളായിട്ട് എന്തിനായാലും ഒരു ഇടങ്ങോളിടണേ? അത് ശരിയാട്ടോ. എത്ര കാലത്തിന് അതിന്റെ പിന്നാലെ നടക്കുക? കാര്യത്തിനൊക്കെ ഒരു തീർച്ചയായും മൂർച്ചയും വേണം. ഇനി ഇതിന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ല. അല്ല അളിയ, നമ്മുടെ മരുവരെ ഒരു നല്ല കാര്യം വരണം, നിങ്ങൾ തട്ടിക്കളയരുത്. അല്ല ഞങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറയും. വിജയ, നീ അത്ര ചൂടാവൊന്നും വേണ്ട. എന്തായാലും ഞാൻ ആ കാര്യങ്ങളാണ് തുറന്നു പറയാം. എന്നാ തുറന്നു പറയും. നായരമ്പലത്തിലെ ആനയമ്പലം ഞാൻ കുറെ കാലം ഉണ്ടായിട്ടേ. പെണ്ണിന്റെ പ്രായം വെച്ച് നോക്കിയാൽ എന്റെ ആവാൻ സാധ്യത ഉണ്ട്. നോക്കേ, തോന്നിയാസം പറയരുത്. എന്തായാലും അത് വേണ്ടേ വേണ്ട. എന്ത് പൊന്നാരാ കണാട്ടങ്ങള് പറയണത്? ഇതൊന്നും ഉറപ്പില്ലാത്ത കാര്യമില്ലേ? വെറുതെ ചെക്കന് നല്ലൊരു ഇത് വന്നിട്ട് നമുക്ക് 10 രൂപ എന്താ പോട്ടെ, ആ ചെക്കന് നല്ലൊരു ബന്ധം കിട്ടില്ലേ? വെറുതെ ആ ഉറപ്പില്ലാത്ത കാര്യം കൊണ്ടല്ലോ. ഇതാ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധം മതിയുണ്ടോ? അളിയ, നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ ഈ കുണു വർത്തമാനം പറയരുതിട്ടാ. തിന്നൂല്ല തീറ്റൂല്ല. ഇതാ നായരെ, നിങ്ങളുടെ കുട്ടികളെ ജാതകം ഇക്കും ചെയ്ത് നോക്കാനും വയ്യ, അതിന്റെ പിന്നാലെ നടക്കാനും വയ്യ. ഇതാ പിടിക്കും, നമുക്ക് പോവാ. അല്ലാതെ പണി നിന്ന് കാര്യം ഇതിന്റെ പിന്നാലെ ഇന്ന കാക്കരുത്. എല്ലാവരും ഇരിക്കേ, പോവാൻ വരട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി തന്നെയാ, ആങ്ങളെയും പെങ്ങളും തമ്മിലൊന്നും ബന്ധം പതിവില്ല. എന്നാലേ ഇവര് ആങ്ങളെയും പെങ്ങളും അല്ല. അതെന്തായാലും നിനക്ക് ഇത്ര ഉറപ്പ്? അവള് നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾക്ക് സംശയമല്ലേ ഉള്ളൂ? മകൻ നിങ്ങളുടെ അല്ലാത്ത കാര്യം എനിക്ക് ഉറപ്പാ. എന്താണ് നീ പറഞ്ഞേ? ഉണ്ണി എന്റെ മോനുണ്ടാവോ? വിജയ, ഇനിയുള്ള കാര്യങ്ങൾ മേപ്പെട്ടവർ നോക്കിക്കോളൂ. ഞാനാ തീരുമാനിക്കാൻ.